സ്പൂൺ കടുകുണ്ടോ എങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. വളരെ നല്ല കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല കിച്ചൺ ടിപ്സുകളും ഉണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീടുകളിലെ എല്ലാവരുടെ വീടുകളിൽ ഇതുപോലത്തെ ലിഡ് കാണും അല്ലേ? അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. നമുക്ക് സ്ക്രബ്ബർ കൊണ്ട് ഉടയ്ക്കാനും ഒന്നും പറ്റത്തില്ല. കാര്യം അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി അഴുക്ക് കയറിയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കഴുകുന്ന പോലെ തന്നെ നമ്മൾ ഈ ലിഡ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഗുളികയുടെ സ്ട്രിപ്പില്ലേ, ആ ഒരു സ്ട്രിപ്പ് എടുക്കുക. ആ സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഈ ഒരു സൈഡിലും ആ അഴുക്ക് വന്നിരിക്കുന്ന സൈഡിലെല്ലാം ഒന്ന് ഉരച്ച് കഴുകുക. അതായത് ഇതേ രീതിയിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്ന അഴുക്ക് ഫുള്ളും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കുവാണെങ്കിൽ അതിനുള്ളിലുള്ള അഴുക്ക് മുഴുവനും ഇറങ്ങി വരുന്നതായിരിക്കും. നമുക്കൊക്കെ അന്നപ്പോഴത്തേക്കും പ്രത്യേകിച്ച് സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന കറിയൊക്കെ വെക്കുന്നതൊക്കെ ആണെങ്കിലും എന്ത് പൊടിയുണ്ടെങ്കിലും അഴുക്കുണ്ടെങ്കിലും എല്ലാം ഇളകി വരുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകി വെച്ചാൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കും. നമ്മൾ വന്നപ്പോൾ ഇങ്ങനത്തെ ഇത് കണ്ടില്ല, ഇത് അഴുക്ക് കണ്ടില്ല, അത്രേ അഴുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഇച്ചിരി കട്ടിയുള്ള സ്ട്രിപ്പാണെങ്കിൽ എടുത്ത് വെക്കണം. എല്ലാവരും അത് വലിച്ചെറിഞ്ഞ് കളയരുത്. നമുക്ക് അതുകൊണ്ട് ഒരുപാട് സൂത്രങ്ങളുണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്ട്രിപ്പും കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ ഞാനിതിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ അതിൻ്റെ ആ സ്ക്രൂ ഒക്കെ ഇരിക്കുന്ന ഭാഗത്തെല്ലാം ചെളിയുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് അഴുക്കെല്ലാം വെള്ളത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡെറ്റോളിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പി എടുക്കാം. ഇത് നിങ്ങൾക്ക് ചെയ്ത് വീട്ടിൽ വെക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം ഇതെങ്ങനെ തയ്യാറാക്കിയത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ചെറിയൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ 1 ലിറ്റർ വെള്ളത്തിനാണെങ്കിൽ ഒരു 1/4 കപ്പ് വിനാഗിരി എടുക്കുക. പിന്നെ അതിലേക്ക് അതിനനുസരിച്ച് 1 ലിറ്റർ വെള്ളം നിങ്ങൾ എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിനനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടി കല്ലുപ്പ് എടുത്തിടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വിനാഗിരിയും വെള്ളവും കല്ലുപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുലുക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ വീട്ടിൽ എന്താണോ ഹാർപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈസോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. അത് പിന്നെ ഹാർപ്പിക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഹാർപ്പിക്ക് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണിത്. നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ അതിൽ കൂടെ രാത്രി സമയങ്ങളിലൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടുവാണെങ്കിൽ തന്നെയാണെങ്കിലും അതിൽ പല്ലി പാറ്റ ഒക്കെ കയറി വരാനും ഉറുമ്പ് അതുപോലെ തന്നെ പഴുതാന അങ്ങനെയുള്ള ഇതെല്ലാം കയറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ അതിൽ പല്ലി പാറ്റ ഒന്നും കയറി വരത്തില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. അത് മാത്രമല്ല ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ മാറ്റാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹാർപ്പിക്ക് ഡയറക്റ്റായിട്ട് അതിൽ ഒഴിക്കരുത് കേട്ടോ. അതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ സിങ്കിനത് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഒഴിക്കാവുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും. ഇത് നിങ്ങൾക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ കൂടുതൽ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് ഒഴിച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ ബാത്റൂം ക്ലോസറ്റിൽ ഒഴിക്കുന്നത് നല്ലതാണ്. ചെറിയ ചെറിയ ബ്ലോക്ക് മാറാൻ നല്ലതാണ്. വാഷ് ബേസിൽ ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ ബിസ്ക്കറ്റ്, മിച്ചർ, അതുപോലെ ബ്രെഡ്, പിന്നെ റസ്ക് ഇതൊക്കെ നമ്മൾ മേടിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ കുട്ടികൾക്ക് വിശക്കുമ്പോൾ ഓടിപ്പോയി അതിൻ്റെ കുപ്പിയുടെ അടപ്പ് തുറന്നിട്ട് ഓരോന്നൊക്കെ എടുത്ത് തരും. അടയ്ക്കാൻ അത് ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ തുറന്ന് വെച്ചിട്ട് പോകും. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റും ഇതുമെല്ലാം തണുത്ത് പോകും അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു ഫ്രഷോടിരിക്കുന്നതെല്ലാം പോയിട്ട് തണുത്ത് പഞ്ഞി പോലെ ആയിപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അന്നപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ അങ്ങനെ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആകാൻ വേണ്ടിയിട്ട്, അതായത് നല്ല ഫ്രഷോടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊന്ന് ചെയ്ത് നോക്കും കേട്ടോ.
ഒരു സ്പൂൺ അരി മാത്രം മതി കേട്ടോ. ആ ഒരു ടീസ്പൂൺ അരിയെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഇതിൽ ഇപ്പോൾ റസ്കിലാണ് ഇട്ട് വെക്കുന്നത്, എന്നിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആ തണുത്ത റസ്ക് ആണെങ്കിൽ പോലും നല്ല രീതിയിലായി കിട്ടുകയും ചെയ്യും, നല്ല ഫ്രഷോടുകൂടി നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ്, ഞാനിവിടെ 2 ഗുളിക എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് രീതിയിലുള്ള ഗുളികകളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗുളികയുടെ തീർന്ന ഗുളികയുടെ ഭാഗമാണ് സ്ട്രിപ്പില്ല, ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കത്രികയും കൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന ടിപ്പാണ്, എന്നാലും അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ഗുളിക എടുത്തിട്ടുണ്ട്. 2 സൈസിലെ ഗുളികയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും പനി, അതുപോലെ ജലദോഷം, തുമ്മൽ, ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളും ഇപ്പോൾ പനിയൊക്കെയാണ്. ഞാനിപ്പോൾ ഒരുപാട് ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ ഏത് ഗുളികയാണ് കഴിക്കേണ്ടത്, എപ്പോൾ ഏത് സമയത്ത് കഴിക്കണമെന്നൊക്കെ നമുക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ വീടുകളിൽ പ്രായമായവർ കാണുമല്ലോ, അവർക്ക് നമ്മളായിരിക്കുമല്ലോ ഗുളിക എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2-3 കളറിലുള്ള ഗുളികയൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല, അവർക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ. അന്നപ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകാം, ഇന്ന ഗുളിക കഴിക്കണം എന്ന് ഏൽപ്പിച്ചിട്ട് പോകാം. അവർക്കും ഗുളിക മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് ഗുളിക എടുത്ത് കഴിച്ചോളും. അതായത് ഇപ്പോൾ ഈ ഒരു ഗുളിക കഴിക്കേണ്ടതെങ്കിൽ വൈകിട്ടത്തേക്ക് ഈ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലൊരു എന്തെങ്കിലും അടയാളം വെച്ചിട്ട് ഇന്ന ഗുളിക എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് ആ ഗുളിക തന്നെ എടുത്ത് കഴിച്ചോളൂ. ഇത് കണ്ടില്ലേ, ഒരു പൊട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറാണെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ച് വെച്ചിട്ട് കാണിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഗുളിക മാറിപ്പോകത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു പൊട്ടാണെന്ന് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ലൊരു ടിപ്പാണത്. അതുപോലെ തന്നെ നമുക്ക് നൂലൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് നൂലൊക്കെ തയ്യൽ കടയിൽ ഒക്കെ ഉള്ളവരാണ്, തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ നൂലൊക്കെ ഒത്തിരി ചുറ്റി നൂല് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പോകാതെ നൂലൊക്കെ ഒന്നിനോടൊന്ന് ചുറ്റി കിടക്കും, ഒത്തിരി നഷ്ടമാണ് നൂല് വന്നപ്പോൾ നമുക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നൂലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നൂലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ട്, തുമ്പിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒരു പൊട്ട് വെച്ച് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ വേറെ നൂലുമായിട്ട് ഒന്ന് ചുറ്റി കിടക്കത്തുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ നൂലിൻ്റെ തുമ്പ് എടുക്കാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു സൂചിയാണെങ്കിൽ സെപ്പറേറ്റ് മാറ്റി വെച്ച ചിലപ്പോൾ കലണ്ടറിൽ കുത്തിയിടും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടൊക്കെ മറന്നു പോകും. അപ്പോൾ നമുക്ക് ഈ സൂചി നൂലിൽ തന്നെ നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് ആ നൂലിലോട്ട് തന്നെ സൂചി ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പൊട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, വളരെ നല്ലതാണ്. അപ്പോൾ പൊട്ട് കൊണ്ട് ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ പൊട്ട് നെറ്റിൽ കുത്താൻ മാത്രമല്ല ഇതുപോലെ നമുക്ക് ചെയ്യാനും പറ്റുമെന്ന് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ്, വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇപ്പോൾ വേണ്ടത്, നിങ്ങൾക്ക് പഴയ എന്തെങ്കിലും പാത്രം ഉണ്ടെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജാമിൻ്റെ പാത്രമില്ല, കാലിയായ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കുപ്പിയുടെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുപ്പിയുടെ താഴ്ഭാഗം കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കടുക് വളരെ എഫക്റ്റ് കൂടിയ ഒന്നാണ്, ബാഡ് സ്മെല്ലിനെ അബ്സോർവ് ചെയ്യാനും എലി പല്ലി പാറ്റകളെ എല്ലാം തുരത്താനും വീട്ടിലത്തെ എന്ത് ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതെല്ലാം പോകാനും ഒക്കെ നമ്മുടെ കടുക് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ ആ 1 ടീസ്പൂൺ കടുകിലേക്ക് ഞാൻ അതേ അളവിൽ തന്നെ ഷാമ്പു ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവർക്ക് എന്തിനാണ് കടുകിൽ ഷാമ്പു ഒഴിച്ച് കൊടുക്കുന്നതെന്നൊന്ന് കണ്ടൊക്കെ കിട്ടുക്കാച്ച റിസൾട്ടാണ് നമുക്കിത് തരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് ബാഡ് സ്മെല്ലൊക്കെ ഇങ്ങനെ തമ്മി നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഈ കടുകിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഷാമ്പു ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ ചപ്പാത്തി കോലുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് കൊടുക്കുക. അന്നപ്പോൾ തന്നെ ഒന്ന് ചതഞ്ഞതുപോലെ കിട്ടും. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നല്ലൊരു നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ബാഡ് സ്മെല്ല്, ബാത്റൂമിലൊക്കെ ബാഡ് സ്മെല്ല്, കുട്ടികളൊക്കെ കയറി ഇറങ്ങും മൂത്രവാടയൊക്കെ കാണുമല്ലോ, ആ സ്മെല്ലൊക്കെ പോകാനും, അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലും, അതുപോലെ തന്നെ കിച്ചണിൻ്റെ അകത്തുള്ള എന്ത് സ്മെല്ലുകളാണെങ്കിലും പോകാനൊക്കെ അടിപൊളിയാണ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ബാഡ് സ്മെല്ല്
ഒക്കെ അബ്സർവ് ചെയ്യാൻ സൂപ്പറാണ്. ഒരു കിഴി കെട്ടിയിട്ടാണെങ്കിൽ കടുക് നമ്മുടെ കിച്ചൺ ജനലിൽ കെട്ടി തൂക്കി ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിന് അടപ്പുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് സൂചിയും കൊണ്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അന്നപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ അകമൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ തിണ്ണയിൽ ഇങ്ങനെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെക്കുവാണെങ്കിലും നല്ലൊരു പോസിറ്റീവ് എനർജിയുമാണ്. നല്ലൊരു എന്ത് ബാഡ് സ്മെല്ലുണ്ട് വരുവാണെങ്കിൽ അതിനെ ഇത് അബ്സോർവ് ചെയ്തോളും. അപ്പോൾ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ പല്ലി, പാറ്റ, കൊതുകിനെയൊക്കെ തുരത്താനൊക്കെ നല്ലതാണ്. അതുമാത്രമല്ല പൊടിയീച്ച, കൊതുക് ഇതൊക്കെ പോകാൻ നല്ല ഇത് ജനലിൻ്റെ ഭാഗത്ത് വെച്ചാൽ മാത്രം മതി. കൊതുകൊന്നും വീടിനുള്ളിൽ നിന്ന് വരുത്തുമില്ല. വീടിനുള്ളിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും കൊതുകൊക്കെ പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.